ജയസാധ്യത ഏറെയുള്ള മണ്ഡലമാണ് കോഴിക്കോട് എന്ന ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥിയായ എം.ടി. രമേശ് പ്രചരണത്തിന് ഇറങ്ങുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ കൃത്യമായി ജനങ്ങളിലെത്തിച്ച് വോട്ട് തേടുകയാണ് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ എം.ടി. രമേശ്. നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാൻ, മോദിയുടെ ഗ്യാരണ്ടികൾ ആവർത്തിക്കാൻ ബി.ജെ.പി. കോഴിക്കോട് മണ്ഡലത്തിലും ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെയാണ് നടത്തുന്നത്. ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ എം.ടി. രമേശാണ് സ്ഥാനാർത്ഥി ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്? എങ്ങനെയായിരിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്? കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും നല്ല ആത്മവിശ്വാസമാണുള്ളത്. കാരണം കോഴിക്കോട് ക്രമാനുഗതമായിട്ട് ബി.ജെ.പി. വോട്ട് വർദ്ധിപ്പിക്കുന്ന ഒരു മണ്ഡലമാണ്. ഇപ്രാവശ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ഏറ്റവും ലഭിച്ചിട്ടുള്ളൊരു മണ്ഡലം കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലമാണ്. 10 വർഷക്കാലത്തെ നാം അതിൻ്റെ ഒരു റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ മറ്റേതൊരു പ്രദേശത്തേക്കാളും കൂടുതൽ കോഴിക്കോടിന് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു കരസ്പർശം കിട്ടിയിട്ടുണ്ട്. അത് പ്രത്യക്ഷമായി തന്നെ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുള്ളതാണ്. അത് റെയിൽവേ സ്റ്റേഷൻ്റെ വികസനമായാലും ദേശീയപാതകളുടെ വികസനമായാലും ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് നൽകിയിട്ടുള്ള സാമ്പത്തിക സഹായമായാലും ഒക്കെ നരേന്ദ്രമോദി ഗവൺമെൻറ് കൈയച്ചിട്ടാണ് സഹായിച്ചത്. അപ്പോൾ അത് കോഴിക്കോട് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കോഴിക്കോട്ടെ ജനങ്ങളെക്കുറിച്ച് സാധാരണ പറയാറ്, സഹായിക്കുന്നവരെ തിരിച്ച് സഹായിക്കുന്നൊരു ജനതയാണ് കോഴിക്കോട്ടെ ജനത. അതുകൊണ്ട് നരേന്ദ്രമോദിക്കൊരു വോട്ട് കൊടുക്കാൻ അവർ തയ്യാറാകും. ഞങ്ങൾ ജനങ്ങളോട് ചോദിക്കുന്നതും മോഡിക്കൊരു വോട്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ള വലിയ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ജനങ്ങളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾ കിട്ടുന്നൊരു ഫീഡ്ബാക്കും അതാണ്. അതുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തോടു കൂടി കോഴിക്കോട് ഇപ്രാവശ്യം ജയിക്കാൻ സാധിക്കും. ഈ കോഴിക്കോട് പഴയ കോഴിക്കോടല്ല എന്നൊരു മുദ്രാവാക്യം, അതായത് കോഴിക്കോടിൻ്റെ മാറ്റങ്ങൾ, അത് തന്നെയാണോ ബി.ജെ.പി. പ്രചരണമായുധമാക്കുക? തീർച്ചയായിട്ടും കോഴിക്കോട് 2 തരം മാറ്റങ്ങളുണ്ട്. കോഴിക്കോട് പൊതുവേ നമ്മുടെ മൺമറഞ്ഞു പോയിട്ടുള്ള സാഹിത്യകാരൻ എസ്.കെ. പൊറ്റക്കാട് കോഴിക്കോടിനെ വിശേഷിപ്പിച്ചത് നന്മയുടെ നഗരമെന്നാണ്. പക്ഷേ ആ കോഴിക്കോട് നഗരത്തിലേക്ക് ഒരുപാട് തിന്മയുടെ ശക്തികൾ വന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദേശവിരുദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നൊരു നാടായി കോഴിക്കോട് മാറിയിട്ടുണ്ട്. അവരുടെ സാഹിത്യങ്ങൾ വിൽക്കുന്ന നാടായിട്ട് കോഴിക്കോട് മാറുന്നു. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ ആ പോപ്പുലർ ഫ്രണ്ടിന് സാമ്പത്തിക സഹായം വന്നിട്ടുള്ള നിരവധി അക്കൗണ്ടുകൾ കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അക്കൗണ്ടുകളാണ്. നേരത്തെ പൗരത്വ നിയമത്തിനെതിരായിട്ടുള്ള സമരം നടന്നപ്പോൾ ആ സമരം നടത്തിയിട്ടുള്ള പാക് അനുകൂല തീവ്രവാദികൾക്ക് പണം പോയിട്ടുള്ളത് കോഴിക്കോട് നിന്നാണ് എന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ദേശവിരുദ്ധ സംഘടനകൾക്കുള്ള ഒരു കേന്ദ്രമായിട്ട് കോഴിക്കോട് മാറിയിട്ടുണ്ട്. അതേ സന്ദർഭത്തിൽ തന്നെ നമ്മുടെ രാജ്യത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. അത് പ്രത്യേകിച്ചും കോഴിക്കോടിൻ്റെ മാറ്റം എന്ന് പറയുന്നത് കോഴിക്കോടിൻ്റെ വികസന രംഗത്തുണ്ടായ മാറ്റമാണ്. ആ മാറ്റം ഇപ്പം നമ്മുടെ കൺമുമ്പിൽ പ്രകടമാകുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ അത്യന്താധുനികമായ രീതിയിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വികസിക്കുന്നു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ലോകോത്തര നിലവാരമുള്ള റെയിൽവേ സ്റ്റേഷനുകളൊന്നായിട്ട് മാറുകയാണ്. ദേശീയപാതയുടെ വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള ചികിത്സാ സംവിധാനം കൊണ്ടുവരുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇതൊക്കെ കോഴിക്കോടിൻ്റെ മുഖം മാറുന്ന സമീപനമാണ്. അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ പങ്കുണ്ട്. അതുകൊണ്ട് വികസന രംഗത്തുണ്ടാകുന്ന മുന്നേറ്റവും അതോടൊപ്പം കോഴിക്കോട് കേന്ദ്രമാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ ഒരു ചെറുത്തുനിൽപ്പും, ഇത് രണ്ടും പ്രകടമാകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ തവണ മത്സരത്തിൽ നോക്കുമ്പോൾ ഏകദേശം 1,70,000 വോട്ടുകൾ നമുക്ക് ബി.ജെ.പിക്ക് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതിൽ നിന്നും എത്ര നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും? അതിലാണ് പ്രതീക്ഷ. പ്രത്യേകിച്ച് യുവാക്കളുടെ ഒരു തരംഗം എന്ന രീതിയിൽ മോദിയുടെ ഒരു ഗ്യാരണ്ടി അടക്കം ഇതിലേക്ക് വരുമ്പോൾ അതിലെത്രത്തോളം പ്രതീക്ഷയുണ്ട്? ഇത്തരത്തിൽ ജയിക്കാൻ ആവശ്യമായിട്ടുള്ള വോട്ട് സമാഹരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഞങ്ങൾക്ക് ക്രമാനുഗതമായിട്ട് വോട്ട് വർദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 1.25 ലക്ഷം വോട്ട് ബി.ജെ.പിക്ക് കിട്ടും. അത് ബി.ജെ.പിയുടെ ഒരു ബേസ് വോട്ടാണ്. ബി.ജെ.പിക്ക് അത്രയും ബേസ് വോട്ടുണ്ട് കോഴിക്കോട്. അതിൻ്റെ അപ്പുറത്ത് നരേന്ദ്രമോദിക്ക് കിട്ടുന്നൊരു വോട്ടുണ്ട്. നമുക്കത് അസസ് ചെയ്യാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ചും സ്ത്രീകൾ, പുതിയ വോട്ടർമാരായിട്ടുള്ള ആളുകൾ, നഗരത്തിൽ ജീവിക്കുന്ന ആളുകൾ, ഇവരെല്ലാം ഒരു പ്രോ മോഡി വോട്ടേഴ്സാണ്. ആ വോട്ടിന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മോഡിക്ക് അനുകൂലമായി ചിന്തിക്കുന്ന എല്ലാവരെയും സമാഹരിച്ചുകൊണ്ടുള്ള ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ ആവശ്യമായിട്ടുള്ള വോട്ട് കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിലവിലുള്ള ഒരു സ്ഥിതി അനുസരിച്ച് 4 ലക്ഷത്തിലേറെ വോട്ടുകൾ കിട്ടിയാൽ മാത്രമേ ജയിക്കാൻ സാധിക്കുള്ളൂ. ആ വോട്ട് സമാഹരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം.
എതിരാളികൾ ചെറുതല്ല. ഇപ്പുറത്ത് രാഘവേട്ടനാണെങ്കിൽ മറുഭാഗത്ത് കരീം ക എന്ന് പറഞ്ഞ ഒരു പോസ്റ്ററും കാര്യങ്ങളും വരുന്നു. ഇവർ രണ്ടുപേരുടെയും ഇടയിലാണ് MT രമേശ് വരുന്നത്. നഗരത്തിൽ പുതുതല്ല, ജില്ലയിൽ പുതുതല്ല, എങ്കിൽ പോലും എങ്ങനെ കാണുന്നു എതിരാളികളെ? ഞാനിതിനു മുമ്പ് മത്സരിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ആദ്യമായിട്ട് കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ ആൾക്കാരായിരുന്നു എൻ്റെ എതിരാളികൾ. അന്ന് MB വീരേന്ദ്രകുമാറാണ്. MB വീരേന്ദ്രകുമാറായിട്ട് മത്സരിച്ച പാരമ്പര്യം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എതിരാളികളുടെ വലുപ്പത്തെക്കുറിച്ച് കാണുന്നില്ല, എതിരാളികളുടെ രാഷ്ട്രീയ നിലപാടുകളാണല്ലോ പ്രധാനം. അപ്പോൾ അതുകൊണ്ട് ആ രാഷ്ട്രീയ നിലപാടുകളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പം എനിക്കെതിരായിട്ട് മത്സരിക്കുന്ന 2 പേർ വ്യക്തിപരമായിട്ട് നല്ല സൗഹൃദമുള്ള ആളുകളാണ്. എനിക്ക് അവരോട് വ്യക്തിപരമായ എതിരെ അഭിപ്രായമൊന്നുമില്ല. പക്ഷേ അവർ സുദീർഘകാലം പാർലമെൻറ്റിലെ പ്രതിനിധാനം ചെയ്യാൻ അവസരം കിട്ടിയിട്ടുള്ളവരാണ്. എളമരം കരീം രാജ്യസഭാംഗമായിരുന്നു. അദ്ദേഹം കോഴിക്കോടിന് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്? അദ്ദേഹം വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു. ആ സമയത്ത് കോഴിക്കോടിന് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്? MK രാഘവൻ 15 കൊല്ലമായി MP. 15 കൊല്ലക്കാലത്തിൽ 10 വർഷക്കാലത്ത് നരേന്ദ്രമോദി സർക്കാരിന് മുമ്പ് 5 കൊല്ലക്കാലം അദ്ദേഹം UPA ഗവൺമെൻറ്റിൽ, കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷമുള്ള UPA ഗവൺമെൻറ്റിൽ അംഗമായിരുന്നു. അന്ന് ഈ രാഘവൻ അറിയപ്പെടുന്നത് AK ആൻ്റണിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ആളെന്നായിരുന്നു. AK ആൻ്റണിക്ക് മന്ത്രിസഭയിൽ വലിയ സ്വാധീനമായിരുന്നു. ആ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു പദ്ധതി കോഴിക്കോടേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ ഇവർക്കൊന്നും അതിന് സാധിച്ചിട്ടില്ല. അപ്പം പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലക്ക് അവരുടെ ഒരു റിപ്പോർട്ട് ഗ്രാഫ് എടുക്കുമ്പോൾ, അത് ഒരു പ്രോഗ്രസ് കാർഡ് എടുക്കുമ്പോൾ അത് പരാജയമാണ്. അതുകൊണ്ട് സത്യത്തിൽ അവർ അവസാനിപ്പിക്കേണ്ടതാണ്. 15 കൊല്ലക്കാലം പാർലമെൻറ്റിൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ട് ഈ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരാൾ പിന്നെയും എന്തിനാണ് മത്സരിക്കുന്നത്? എന്തിനാണ് രാജ്യസഭാംഗമായിട്ടുള്ള ആളുകൾ, അന്നൊന്നും ചെയ്യാത്ത ആളുകൾ വീണ്ടും ചെയ്യുന്നത്? സത്യത്തിൽ അവർ പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുകയാണ് വേണ്ടത്. ജീവിതകാലം മുഴുവൻ MP മാരായിരിക്കണം എന്നുള്ള നിലപാട് ജനാധിപത്യത്തിൻ്റെ വിരുദ്ധമാണ്. പുതിയ ആൾക്കാർക്ക് എന്താ അവർ അവസരം കൊടുക്കാത്തത്? അതൊക്കെ ഈ പ്രാവശ്യം ചിന്തിക്കും. കാരണം ഈ പ്രാവശ്യം കോഴിക്കോട് സീറ്റ് ആഗ്രഹിച്ചിട്ടുള്ള ധാരാളം ചെറുപ്പക്കാർ LDFിലും UDFിലും ഉണ്ട്. അവരുടെയൊക്കെ അവസരങ്ങളാണ് ഈ ആളുകൾ തട്ടി നീക്കുന്നത്. 10, 15, 20 വർഷമൊക്കെ പാർലമെൻറ്റ് മെമ്പർമാരായി ഇങ്ങനെ പാർലമെൻറ്റിൽ ചുറിയും കുത്തിയിരുന്ന് പുതിയ ആളുകൾക്കൊന്നും ഒരവസരവും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്കെതിരായിട്ടുള്ള വലിയ വികാരം നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് സത്യത്തിൽ LDFിൻ്റെയും UDFിൻ്റെയും സ്ഥാനാർത്ഥികൾക്കെതിരായിട്ടുള്ള ആത്മരോഷം ഉണ്ടാകുന്നത് ആ മുന്നണിക്കകത്താണ്. ആ മുന്നണിക്കകത്ത് മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന നിരവധി ചെറുപ്പക്കാരുടെ സാധ്യതകളാണ് ഈ ആളുകൾ തട്ടി നീക്കിയത്. അത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അവസാനമായിട്ട് എന്തൊക്കെയാണ് ഇനി കോഴിക്കോടിന് വേണ്ട മാറ്റങ്ങൾ? തിരഞ്ഞെടുപ്പിന് ശേഷം താങ്കളുടെ ഒരു സ്വപ്നം എന്തായിരിക്കും കോഴിക്കോടിന്? ഞങ്ങൾക്ക് കോഴിക്കോടിൻ്റെ വികസനത്തെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. കോഴിക്കോട് നമ്മുടെ കേരളത്തിൻ്റെ ഒരു വാണിജ്യ തലസ്ഥാനമായിട്ട് മാറുന്ന ഒരു പട്ടണമാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് കോഴിക്കോടായിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനം. പിന്നെ അത് മെല്ലെ മെല്ലെ കോഴിക്കോട് നഷ്ടപ്പെട്ടു. ഏഷ്യയിലെ നാളികേരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു നമ്മുടെ കോഴിക്കോട്. ഇന്ന് ആ സ്ഥാനം നമുക്കില്ല. ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ നഗരമായിരുന്നു നമ്മുടെ പുതിയങ്ങാടി. ഇന്ന് ആ സ്ഥാനം നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ വാണിജ്യ രംഗത്തും വ്യവസായ രംഗത്തും കോഴിക്കോട് നഗരം പുറകോട്ട് പോകും. നമുക്കുള്ള ആകെയുള്ള വ്യവസായ സ്ഥാപനങ്ങൾ നമ്മൾ മാവൂർ ഗാളിവേഴ്സ് പൂട്ടി, കുന്നത്തറ ടെക്സ്റ്റൈൽസ് പൂട്ടി, ഇവിടെയുള്ള കേരള സോപ്സ് ഏത് നിമിഷവും പൂട്ടാൻ വേണ്ടി പോകുന്നു. ഇവിടെ കോംട്രസ്റ്റ് അത് സർക്കാർ പൂട്ടുകയും വിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ കോഴിക്കോടിൻ്റെ വ്യവസായ സാധ്യതകൾ, കോഴിക്കോടിൻ്റെ വാണിജ്യ സാധ്യതകൾ എല്ലാം നഷ്ടപ്പെടുന്നു. അത്യന്താധുനികമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഇന്ന് കോഴിക്കോടില്ല. ഈ IITയെ തകർക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. IITക്ക് പുതിയ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു ശുപാർശയും ഇവരാരും മുമ്പോട്ട് വെക്കുന്നില്ല. ആരോഗ്യരംഗത്ത് എയിംസ് കോഴിക്കോടിൻ്റെ ഒരു പ്രതീക്ഷയായിരുന്നു. അത് ഇതുവരെ കൊണ്ടുവരാൻ വേണ്ടി ഇവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള നിരവധി പദ്ധതികൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോണ്ട് ഒരു പുതിയ കോഴിക്കോട്, ഞങ്ങൾ പുതിയ ഭാരതം, പുതിയ കേരളം എന്നുള്ള കാഴ്ചപ്പാടിലാണ്. അപ്പോൾ ഒരു പുതിയ കോഴിക്കോട് ഉണ്ടാവണം. വ്യവസായം, വാണിജ്യം, ആരോഗ്യം, വിദ്യാഭ്യാസം, കല, സാംസ്കാരികം ഇതെല്ലാം സാധിക്കുന്ന ഒരു പുതിയ കോഴിക്കോട് ഉണ്ടാകണം എന്നുള്ളതാണ്. നമ്മുടെ സാംസ്കാരിക വിനിമയത്തിൻ്റെ അനന്തമായിട്ടുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു കേന്ദ്രമായിട്ട് കോഴിക്കോടിനെ മാറ്റണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ തലത്തിലും മാറ്റങ്ങൾ കൊണ്ടുവന്ന് നരേന്ദ്രമോദി സർക്കാരിന് പുതിയ ഉണർവ് നൽകുന്നതോടൊപ്പം ഇതെല്ലാം ജനങ്ങളിൽ എത്തിച്ച് വലിയ മുന്നേറ്റം ആണ് BJP ലക്ഷ്യമിടുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ അമർജിത്ത് കൽപ്പറ്റയോടൊപ്പം ശ്യാം കെ വാര്യർ, അമൃത ന്യൂസ്.